ഒരു കുടുംബജീവിതത്തിൻ്റെ നട്ടെല്ലാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹം കഴിക്കുന്നവരും കഴിപ്പിക്കുന്നവരും അതിനെ കാത്തിരിക്കുന്നവരൊക്കെയും ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യമാണ് ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 4 കാര്യങ്ങളെ നോക്കിയാണ് വിവാഹം കഴിക്കാറുള്ളത്. സൗന്ദര്യം നോക്കിയും സമ്പത്ത് നോക്കിയും തറവാടിത്തം നോക്കിയും ദീന് നോക്കിയും വിവാഹം കഴിക്കാറുണ്ട്. അത് ദീനിന് പ്രാധാന്യം നൽകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ദീനിന് പ്രാധാന്യം നൽകിയാൽ മാത്രമേ ഈ ദുനിയാവും ദുനിയാവിനപ്പുറത്തുള്ള ജീവിതവും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. ധാരാളം ആളുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഒന്നെങ്കിൽ ആദ്യമേ സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുകയും ബന്ധപ്പെടുകയും പ്രേമിക്കുകയും പ്രണയിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകളുണ്ട്. മറ്റു ചില ആളുകൾ പെണ്ണ് കാണൽ നടന്നതോടുകൂടി നിക്കാഹിൻ്റെ സന്ദർഭങ്ങൾക്കിടയിൽ ചിലപ്പോൾ വർഷങ്ങളുണ്ടാവും, മാസങ്ങളുണ്ടാവും, ദിവസങ്ങളുണ്ടാവും. അവിടെയെല്ലാം ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത കൂടിച്ചേരലുകളും സംസാരങ്ങളും ഇടപഴക്കങ്ങളൊക്കെയായി വിവാഹം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു വ്യഭിചാരത്തിൻ്റെ ഒരു വകുപ്പിലേക്കാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളും വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ച് വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യം കുറവാണ്. അവർക്ക് പറയാനുള്ള ന്യായം എന്ന് പറയുന്നത്, അങ്ങനെ മാതാപിതാക്കളും കുടുംബക്കാരൊക്കെ കൂടി സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ഇപ്പം വിവാഹ ജീവിതത്തിന് ശേഷം അവരുടെ സ്വഭാവവും പെരുമാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് അതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ ആദ്യം കണ്ടെത്തുകയും നമ്മൾ സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്ത് നാം വിവാഹം കഴിക്കുന്ന ആ ചെറുപ്പക്കാരനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതല്ലേ നല്ലത് എന്നൊക്കെ ന്യായീകരിക്കുന്ന, അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രേമിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പ്രേമത്തെ നല്ലതായിട്ട് തോന്നാറുള്ളത്. അവർക്കത് നല്ല രസമുള്ളൊരു കാര്യമാണ്. ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് നിന്ന് തൊട്ടും ഒരുമ്മിയും തലോടിയും സംസാരിച്ചും ഒക്കെ നിൽക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്കത് വെറുപ്പാണ്. അത് മാതാപിതാക്കളാവണമെന്നില്ല. ഏതൊരു സമൂഹമാണെങ്കിലും ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിലും ഏതെങ്കിലും ഒരു പാർക്കിലും അങ്ങാടികളിലൊക്കെ ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ചിരുന്നിരിക്കുന്ന സമയത്ത് ഈ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നവർ പോലും അത് കാണുമ്പം വെറുപ്പോടുകൂടിയാണ് നോക്കാറുള്ളത്. അവരങ്ങോട്ട് പ്രേമിച്ച് വിവാഹം കഴിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് എന്ന് ചോദിക്കുന്നവർ പോലും ഇത് കാണുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത വെറുപ്പുണ്ടാവാറുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ അത് കാണുമ്പോൾ ഒരു വെറുപ്പോടുകൂടി നോക്കാനും മനസ്സിലാക്കാനുമുള്ള കാരണമെന്ന് ചോദിച്ചാൽ അത് ശരിയല്ല എന്നുള്ളതാണ്. അതൊരു ഇസ്ലാമിന് മാത്രമൊന്നുമല്ല, ഏതൊരു മതക്കാരും അതിനങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തായിരിക്കും? ചില മക്കളൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പറ്റുമോ? അത് നമുക്ക് ചോദിക്കാൻ ഏതാണ് ആ മാതാപിതാക്കൾ എന്നാണ്. ഏതാണ് ആ മാതാപിതാക്കൾ? മാതാപിതാക്കളുടെ സമ്മതം എന്നൊക്കെ പറയുമ്പോൾ ആ മാതാപിതാക്കൾക്കൊരു വിലയില്ല. ആ മാതാപിതാക്കളെ പോലും എന്ത് ചെയ്യാണ്, വളരെ മോശമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രേമവും ഒരു പ്രണയവും ഉണ്ടാകുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു തെറ്റിലേക്കും തിന്മയിലേക്കും അധാർമികതയിലേക്കും
ജീവിതത്തിൻ്റെ ബർക്കത്തും കാരുണ്യവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു മേഖലയാണ്. ഏതോ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടുമുട്ടി, മെല്ലെ അവളെ പാത്തും പതുങ്ങിയും അവളിലേക്ക് നോക്കി. അവസാനം അവളുടെ നമ്പർ, അവളുടെ അവളെ ബന്ധപ്പെടാനുള്ള നമ്പറുകൾ കളക്ട് ചെയ്ത് അവൾക്കൊരു ചെറിയൊരു ഫോൺ വാങ്ങിക്കൊടുത്ത്, പിന്നീട് രാത്രിയിൽ 1 മണിക്കും 2 മണിക്കൊക്കെയും സംസാരിച്ചും ചാറ്റിങ് ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്നൊരു ജീവിതം. എന്തായിരിക്കും 1 മണിക്ക് അവർ സംസാരിക്കുന്നുണ്ടാവുക? പിന്നീട് ബൈക്കിലും കൂൾബാറുകളിലും ബീച്ചുകളിലുമൊക്കെ പരസ്പരം തൊട്ടും തലോടിയും മുന്നോട്ട് പോകുമ്പം സാധാരണ പ്രേമിക്കുന്ന കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ഞാൻ അവരിലൊരു തെറ്റും കാണുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് തന്നാൽ ഞങ്ങളത് നിർത്തിക്കൊള്ളാമെന്നാണ്. അപ്പം ഈ വിളിയോ, ഈ തൊട്ടും തലോടിയും നിൽക്കലോ, രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് വിളിക്കലോ, അങ്ങനെ സംസാരിക്കുന്ന, ചാൻസ് കിട്ടിയാൽ എന്തും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ലവനാണ് എന്നാണോ? ഇവർക്ക് എന്ത് മറുപടിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക? ഇങ്ങനെയുള്ള ഒരു വിവാഹ ജീവിതം, ഇങ്ങനെയുള്ള ഒരു അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂടിയും കലർന്നും എന്നിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതിനെയാണോ മാതാപിതാക്കൾ സമ്മതിക്കണമെന്ന് പറയുന്നത്? ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കാത്ത ഈ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പം അറിയേണ്ടത്, അവരുടെ ജീവിതം, ലോകത്ത് ഏറ്റവും കൂടുതൽ ദാമ്പത്യ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നത് പ്രണയവിവാഹത്തിലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രണയിക്കുന്ന സമയത്ത് പോസിറ്റീവ് മാത്രമേ ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും മുമ്പിൽ കാണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടി പ്രണയവുമായി ബന്ധപ്പെട്ട് വേറൊരു വിവാഹവും സമ്മതിക്കാതായപ്പോൾ, എന്തുകൊണ്ടാണ് നിനക്കിത് മറ്റൊരു വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്, ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയത് അവനെ കൊണ്ടാണ് എന്നാണ്, ഞാൻ ഖുർആൻ പാരായണം തുടങ്ങിയത് അവനെ കൊണ്ടാണ് എന്നാണ്, ഞാൻ എൻ്റെ കാമുകനെ വിളിക്കുന്ന സമയത്ത് എവിടെയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പള്ളിയിലാണ് എന്നാണ് എപ്പോഴും മറുപടി പറയാറുള്ളത്. ഏതൊക്കെയോ തോന്നിയവാസങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും വൃത്തികേടും ചെയ്ത് ഒരിക്കലും കാണാതെ മൊബൈലിലൂടെയുള്ള സംസാരത്തിൽ അവനവൻ്റെ പോസിറ്റീവുകൾ മാത്രം പറയുമ്പം ഈ പെൺകുട്ടി വിചാരിച്ചു വലിയൊരു നല്ല മനുഷ്യനാണ് എന്നാണ്. അവസാനം പത്രത്തിൽ ഫോട്ടോ വന്നപ്പോഴാണ് ഞാൻ ഇത്രയോളം സ്നേഹിച്ച എൻ്റെ ഈ ചെറുപ്പക്കാരൻ ഇത്ര വൃത്തികെട്ടവനായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. കഞ്ചാവ് കേസിൽ 1-ാം പ്രതിയായി പിടിക്കപ്പെട്ടപ്പോഴാണ് ആ പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോഴേക്കും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്, ശരീരവും വീഡിയോസും ഫോട്ടോസും വേണ്ട കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അവനെ ഒഴിവാക്കിയാൽ എൻ്റെ ജീവിതം തന്നെ അപകടത്തിലാകും, സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ ശരീരമടക്കം അത് പ്രചരിക്കുന്നൊരവസ്ഥയിലേക്ക് മാറും എന്ന് വരെ ആ കുട്ടിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ജീവിതത്തിൽ വലിയ അപകടമാണ് ഉണ്ടാവുന്നത്. എന്താണ് ഇതിൻ്റെ പരിഹാരമെന്ന് ചോദിച്ചാൽ, പരിഹാരം എന്തിനു വേണ്ടിയാണ് വിവാഹം, അതെങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്, വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്, വിവാഹത്തിൻ്റെ പ്രാധാന്യം എന്താണ്, വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ഈ ദുനിയാവിലും ആഖിറത്തിലും സംഭവിക്കുന്ന പ്രത്യേകതകൾ എന്താണ് എന്ന് ബോധ്യപ്പെടലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്. അതേസമയത്ത് ഇസ്ലാമിന് എന്താണ് ഇത്തരം വിവാഹത്തെക്കുറിച്ചും ഇത്തരം ജീവിതത്തെക്കുറിച്ചും എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത്? الزاني لا ينكح إلا زانية أو مشركا. സൂറത്തുൽ നൂറിലുള്ള ആയത്ത്. الزاني لا ينكح إلا زانية أو مشركا. വ്യഭിചാരിയായ പുരുഷൻ അവൻ വ്യഭിചരിച്ചവളെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിനിയെയോ അല്ലാതെ അവൻ വിവാഹം കഴിക്കൂല എന്നാണ് അള്ളാഹ് പറയാൻ. ശരിയാണ്, അവൾ നല്ലവളായിരുന്നു, പിന്നീട് നിന്റെ സംസാരത്തിലൂടെ, നിന്റെ ചർച്ചയിലൂടെ, നിന്റെ ചാറ്റിങ്ങിലൂടെ, നിന്റെ പ്രവർത്തനത്തിലൂടെ അവളും വ്യഭിചരിച്ചവളായി മാറി. ഒരന്യ സ്ത്രീ അന്യ പുരുഷനോട് ഒരിക്കലും പാടില്ലാത്ത വാക്കുകളും മോശമായ രീതിയിലുള്ള സംസാരങ്ങളും കേൾവിയും പെരുമാറ്റങ്ങളും ഒക്കെ വ്യഭിചാരമാണ്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, കണ്ണിൻ്റെ നോട്ടം അത് വ്യഭിചാരമാണ്.
അഥവാ വേണ്ടാത്ത രീതിയിൽ അവളിലേക്ക് നോക്കുന്നുണ്ടോ, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. അതുപോലെ വേണ്ടാത്ത സംസാരങ്ങൾ നാവിന്റെ വ്യഭിചാരമാണ്, ചെവിയുടെ വ്യഭിചാരമാണ്, ഹൃദയത്തിന്റെ വ്യഭിചാരമാണ്. ഇങ്ങനെ നോക്കുമ്പം ഒരു പ്രേമിച്ച് വിവാഹം കഴിക്കുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ വിവാഹം കഴിക്കുന്ന ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കിട്ടുന്നത്, അവനക്ക് കിട്ടുന്ന ഇണ വ്യഭിചരിച്ചവളെയാണ്, അല്ലെങ്കിൽ ഹൃദയ വിശ്വാസിയായിരിക്കുമെന്ന് ഖുർആനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. വ്യഭിചരിച്ചവളായ പെണ്ണിനാണെങ്കിലോ വ്യഭിചരിച്ച ആണിനെയോ അല്ലെങ്കിൽ മുശ്രിക്കിനെയോ ആയിരിക്കും അവൻ വിവാഹം കഴിക്കുക. സത്യവിശ്വാസികളുടെ മേൽ ഇത് നിഷിദ്ധമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നൊരു ഭാഗം സൂറത്തുൻ നിസാ 4-ാമത്തെ അധ്യായം 25-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്. മുഹ്സനാത്ത്, നിങ്ങൾ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്? പരിശുദ്ധകളായ സ്ത്രീകളെയാണ്, ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. ഗൈറ മുസാഫിഹാത്തിൻ, വേശ്യാവൃത്തി നടത്തുന്ന പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. വേശ്യാവൃത്തി നടത്തുന്ന പെണ്ണുങ്ങളെ അങ്ങനെ ആരും വിവാഹം കഴിക്കാറുമില്ല. അത്രമാത്രം മോശപ്പെട്ടവർ മാത്രമാണ് അത് സെലക്ട് ചെയ്യാറുള്ളത്. വലാ മുത്തഖിദാത്തി യഹ്ദാൻ, അതിനോട് ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് രഹസ്യമായി ഇത്തരം പണിയെടുക്കുന്നവരെ ഈ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ്. എന്താ ഈ രഹസ്യമായിട്ട് വ്യഭിചരിക്കുക എന്ന്? ഇതന്നെയാണ് പ്രണയം എന്ന് പറയാ, ഇതന്നെയാണ് പ്രേമം എന്ന് പറയാ. ഒരിക്കലും തൻ്റെ അന്യപുരുഷനോട് സംസാരിക്കാൻ പറ്റാത്ത, ഇടപെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ സ്പർശിക്കാൻ പറ്റാത്ത അത്തരം വിഷയങ്ങൾ ഒരു അന്യപുരുഷനുമായി അന്യ സ്ത്രീയുമായിട്ട് ചെയ്യുന്നുവെങ്കിൽ അതിനാണ് രഹസ്യമായി വീഴ്ച ചെയ്യുക എന്ന് പറയുക. അതിനാണ് രഹസ്യമായിട്ട് ഇത് പരസ്പരം നൽകുക എന്ന് പറയുക. അവരെയും വിവാഹം കഴിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്കൊക്കെ ഇടയിലുള്ള, ഇന്നത്തെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള, യുവാക്കൾക്കിടയിലുള്ള മറുപടി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും അങ്ങനെയാണ് എന്നാണ്. എല്ലാവരും അങ്ങനെയാണ് എന്നാണ്. എല്ലാവരും കള്ളു കുടിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കള്ളു ഉഷാറായി എന്നാണോ അതിൻ്റെ അർത്ഥം? എല്ലാവരും മദ്യം നുകരുന്നു എന്നതുകൊണ്ട് എന്തെങ്കിലും ധാർമ്മികത എന്തെങ്കിലും ഉണ്ടാവും അവിടെ? ഒരു നാട്ടിലുള്ള മുഴുവൻ ആളുകളും കള്ളു കുടിക്കുന്നു എന്ന് വിചാരിച്ച് ഞാനും കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടമുണ്ടോ? സ്വാഭാവികമായി അപകടങ്ങളും ദുരന്തങ്ങളും വർദ്ധിക്കുക എന്നതല്ലാതെ വേറെന്തുണ്ടാകുക? ഇത്തരം വിവാഹത്തിലൂടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇപ്പൊക്കെ പറയാറുള്ളത് ഫ്രഷിനെ കിട്ടുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഇത്തരം ആളുകൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതം ഉഷാറായി എന്നാണോ വിചാരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു പാടില്ല എന്ന്. الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات أولئك مبرؤون مما يقولون لهم مغفرة ورزق كريم. പരിശുദ്ധ ഖുർആൻ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിന്റെ 26-ാമത്തെ ആയത്താണ്. അവിടെയാണ് ഈ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് വിശാലമായിട്ട് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരം തുടങ്ങരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോവരുത് എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ലഹരി തുടങ്ങരുത് എന്നല്ല, ലഹരിയിലേക്ക് അടുക്കരുത് എന്നാണ്. അഥവാ ഭാഗത്തേക്ക് തന്നെ പോകാൻ പാടില്ല എന്നാണ്. അതാ നാം സംസാരമാണെങ്കിലും നോട്ടമാണെങ്കിലും സ്പർശനമാണെങ്കിലും എന്താണെങ്കിലും അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പാടില്ല എന്നാണ്. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. വൃത്തികെട്ട സ്ത്രീകൾക്ക് വൃത്തികെട്ട പുരുഷന്മാരും വൃത്തികെട്ട പുരുഷന്മാർക്ക് വൃത്തികെട്ട സ്ത്രീകളും. എന്താ ഖബീസ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണ് ഖുബ്സ്. പിശാചിന് നമ്മൾ പറയുന്നതാണ്. ശപിക്കപ്പെട്ട പിശാചിൽ നിന്നല്ലേ, അത്രമാത്രം മോശമായ രീതിയിൽ. അവിടെയാണ് ഇവിടെ അൽ ഖബീസാത്ത്, വൃത്തികെട്ട സ്ത്രീകൾ. അവിടെ ആദ്യം ഉപയോഗിച്ചത് ആണിനെ കുറിച്ചല്ല, പെണ്ണിനെ കുറിച്ചാണ്.
കാരണം ഇത്തരം കാര്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ തലമുറയെയും സമൂഹത്തെയും നശിപ്പിക്കുന്നതിനും പിന്നിലും പെണ്ണാണ്. എന്തിനാ മേക്കപ്പ് ഇടുന്നത്? എന്തിനാ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്? എന്തിനാ ചുണ്ട് ചോപ്പിച്ച് നടക്കുന്നത്? ആരെ കാണിക്കാനാ? എന്താ വീട്ടിൽ അവരുടെ കോലം? എന്തേ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ മേക്കപ്പും ഇതൊക്കെ ധരിച്ചുകൊണ്ട് എന്തിനവർ പോവണം? അത് പഠിച്ച് LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ബാഗിൽ ഇത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും മാറിയിട്ട് നമ്മൾ എന്ത് പ്രതികരിച്ചു? നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ റൂമിന്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണ്? ഞാൻ സ്ത്രീകളെ മുഴുവൻ സ്ത്രീകളെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, പുരുഷന്മാരാണ് നിയന്ത്രിക്കേണ്ടവൻ. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ അധാർമിക പ്രവർത്തനത്തിന്റെ പിന്നിലും അത് പുരുഷന്മാര് നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്, ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മളാണ് കുറ്റക്കാർ, നമ്മൾ തന്നെയാണ് അതിന്റെ കുറ്റക്കാർ. ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവരിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ചെറിയ കുട്ടികൾ വരെ ആ അവസ്ഥയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് ആദ്യം പെണ്ണിനെ കുറിച്ച് പറഞ്ഞത് അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. വൃത്തികെട്ട സ്ത്രീകൾക്ക് വൃത്തികെട്ട പുരുഷന്മാരും വൃത്തികെട്ട പുരുഷന്മാർക്ക് വൃത്തികെട്ട സ്ത്രീകളും. ഇവരുടെ മടിത്തട്ടിൽ വളർന്നു വരുന്ന മക്കളുടെ അവസ്ഥ എന്തായിരിക്കും അവരുടെ അവസ്ഥ? നമ്മുടെ മക്കൾ ഇത്തരം സ്ത്രീകളുടെ മടിത്തട്ടിലാണ് വളർന്നു വരുന്നതെങ്കിൽ അവർക്കെങ്ങനെയാ ധാർമ്മികതയുണ്ടാവുക? الأم مدرسة إذا أعددتها أعددت شعبا طيب الأغراق. ഉമ്മ മദ്രസയാണ്. ആ ഉമ്മയുടെ മടിത്തട്ടിൽ ആരാണോ മനോഹരമായി വളർന്നു വരുന്നത്, ആ പരിശുദ്ധകളായ ദീന് പഠിച്ച ചാരിത്രശുദ്ധി സൂക്ഷിക്കുന്ന ഇസ്ലാമിനെ കുറിച്ച് ബോധ്യപ്പെടുന്ന കാനിത്താത്തായ നല്ല പെണ്ണുങ്ങളുടെ മടിത്തട്ടിൽ വളർന്നു വരുന്ന കുട്ടിയെ മനോഹരമായിട്ട് ഒരുക്കി കൊണ്ടുവരാൻ സാധിക്കും. അഥവാ ആ കവിത പറയുന്ന ഏറ്റവും മനോഹരമായ തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. ആ ഉമ്മ ഒരു പൂവാണ്, പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിൽ മനോഹരമായിട്ടാണ് ആ മക്കളെ അവൾ വളർത്തിക്കൊണ്ടുവരുന്നത്. നേരെ തിരിച്ചാണെങ്കിലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് ഒരു മകൻ വന്നിട്ട് പറയുന്ന, ഒരു മകനെ കുറിച്ച് പരാതി പറയുന്ന ഒരു ഉപ്പയെക്കുറിച്ചുള്ള ചരിത്രങ്ങളിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എൻ്റെ മോനെ കൊണ്ട് ഇടങ്ങാറായിട്ട് ഇനി ഒരു രക്ഷയില്ല എന്നാണ് നാട്ടിൽ പറയിപ്പിക്കുന്നു. എണീച്ചടക്കാൻ പറ്റുന്നില്ല, സമൂഹത്തിനിടയിൽ വളരെ മോശമാണ്, ഞാൻ ആകെ പ്രതിസന്ധിയിലാണ്. പരാതി പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന അടുക്കലേക്ക് വന്നിട്ട് കുട്ടിനെ വിളിച്ചു, നിന്റെ ഉപ്പ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ അതിൻ്റെ കാരണം? മകൻ തിരിച്ചു ചോദിച്ച ചോദ്യം, മക്കൾക്ക് മാതാപിതാക്കളോട് മാത്രമാണോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ? മാതാപിതാക്കൾക്ക് തിരിച്ചൊന്നുമില്ലേ? ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപ്പ ആദ്യം നൽകേണ്ടത് ആ മക്കൾക്ക് നല്ല ഒരു ഉമ്മയെ കൊടുക്കണം എന്നാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പെണ്ണിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലൊരു ഉമ്മയെ സെലക്ട് ചെയ്യണം. ഒരു പെണ്ണുകളാണേക്കും ആണോ അങ്ങനത്തെ, ഇതിനൊക്കെ നേരെ തിരിച്ചാണോ അങ്ങനെ ആയിരിക്കണം, അതിനോട് ചേർത്ത് പഠിക്കണം. അപ്പോൾ ഈ കുട്ടി പറയാണ്, എനിക്ക് അങ്ങനത്തെ ഒരു നല്ല ഉമ്മാനെ കിട്ടിയിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു നല്ല ഉമ്മയെ എനിക്ക് എൻ്റെ ഉപ്പ നൽകിയില്ല എന്ന് ആ മകൻ തിരിച്ച് മറുപടി പറഞ്ഞു എന്നാണ്. അവസാനം ആ മകനെ ശിക്ഷിക്കാതെ ഉപ്പയെ ശിക്ഷിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ ഖുർആൻ ഇൽമ് പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം. ആ കുട്ടി പറഞ്ഞ് എനിക്കത് പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. നല്ല പേരിടണം, ആ കുട്ടി പറഞ്ഞ് എനിക്ക് നല്ല പേര് ഇട്ടിട്ടില്ല. അവസാനം ആ ഉപ്പയെ ശിക്ഷിച്ചു എന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇങ്ങനെ കേൾക്കാനും രസമാണ്, ഇങ്ങനെ പറയാനൊക്കെ രസമാണ്. ഇത് ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവും പോവും ആഖിറവും പോവും, ഒരു രക്ഷ ഉണ്ടാവില്ല. എന്തിനാ ഇപ്പം ഇത്? കുറേ അധ്വാനിച്ച് രാവിലെ മുതലേ മെനക്കെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് അവസാനം മക്കളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവരവരുടെ ഇഷ്ടപ്രകാരം തോന്നിയവാസിയായിട്ട് നമ്മളുണ്ടാക്കിയ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് നമുക്കെതിരെ മോശമായി പെരുമാറുന്ന മാതാപിതാക്കളെ പോലും നിങ്ങൾ എവിടെ ഇന്നലെയൊക്കെയുള്ള വാർത്തയല്ലേ? ആ 4 വയസ്സുള്ള പെൺകുട്ടിയെ ആ അമ്മ കൊണ്ടുപോയി കൊന്നില്ലേ? അവസാനം എന്താ അതിൻ്റെ വാർത്ത വന്നത്? സ്വന്തം അച്ഛൻ്റെ അനുജൻ അല്ലേ? എത്ര മോശമായിട്ടാണ്.
അപ്പം എങ്ങനെയാണ് ഈ പ്രേമവും പ്രണയവും എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? സ്വന്തം മകളെപ്പോലെ ചേർത്ത് വെച്ച് വളർത്തേണ്ട ആ ഒരു ഇളയച്ചനെ സംബന്ധിച്ചിടത്തോളം 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇത്രമാത്രം മോശമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മൾ പ്രേമിക്കുന്ന ആൺകുട്ടികളും പ്രേമിക്കുന്ന പെൺകുട്ടികളൊക്കെ വളരെ സുരക്ഷിതരാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പിന്നെ എന്തിനാ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്? വൃത്തികെട്ട സ്ത്രീകൾ വൃത്തികെട്ട പുരുഷന്മാരും വൃത്തികെട്ട പുരുഷന്മാർക്ക് വൃത്തികെട്ട സ്ത്രീകളെ അവർ അങ്ങനെ സെലക്ട് ചെയ്യുള്ളൂ. മാതാപിതാക്കൾ ഇടപെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. മാതാപിതാക്കൾ പിടുത്തം വിട്ടിട്ടുണ്ടാവും, എനിക്കത് മതി, അതല്ലാതെ വേറെ വിവാഹമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന പറയാ. പിന്നെന്താ ചെയ്യാ? നല്ല സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാരും നല്ല പുരുഷന്മാർക്ക് നല്ല സ്ത്രീകളുമാണ് ഉണ്ടാവുക. എന്ത് രസമെന്നറിയോ? നമ്മളൊരു കാര്യം പറഞ്ഞാൽ ദീൻ ഇങ്ങനെ പറഞ്ഞിട്ടോ അള്ളാന്റെ റസൂൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് എന്ന് പറയുമ്പം അത് കേൾക്കാനും അനുസരിക്കാനും കഴിയുമ്പോൾ ദീന് വേണ്ടേ? അതനുസരിക്കുന്ന ഒരു ഭാര്യ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ആ ജീവിതത്തിൽ. അതില്ലെങ്കിൽ പോയില്ല. എന്ത് സമ്പത്ത് ഉണ്ടായിട്ടും എന്ത് സൗകര്യം ഉണ്ടായിട്ടും എന്താ കാര്യം? ഇത്രമേൽ മെനക്കെട്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇണ നമുക്ക് നേരെ എതിരായി നിൽക്കുന്ന, നമ്മൾ പറയുന്ന അനുസരിക്കാത്ത, മോശമായി ജീവിക്കുന്ന, ഇസ്ലാമിനെതിരായി ജീവിക്കുന്ന, സമൂഹത്തിനിടയിൽ ഇങ്ങനെ തോന്നിവാസിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭർത്താവ് ഒരു ഭാര്യയാണെങ്കിൽ പിന്നെ എന്ത് ജീവിതത്തിന് എന്തർത്ഥമുള്ളത്? അതുകൊണ്ട് തന്നെ നമ്മൾ ഗൗരവമായിട്ട് അതിനെ കാണുക തന്നെ ചെയ്യണമെന്നുള്ളതാണ്. ഈ പ്രണയ വിവാഹത്തിനുണ്ടാകുന്ന പ്രശ്നം എന്നറിയോ? നമ്മൾ ആരെയാണോ പ്രേമിക്കുന്നത് അതിനെ തന്നെ കല്യാണം കഴിക്കേണ്ടി വരും. അതിനെ തന്നെ വേറെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം പോലുമില്ല. അപ്പം ഞാനൊരു പെൺകുട്ടിയെ പ്രേമിച്ചു കഴിഞ്ഞാൽ ഓള് നിസ്കരിക്കാത്തവളാണെങ്കിൽ, ഓള് തോന്നിയ വയസ്സായി ജീവിക്കുകയാണെങ്കിൽ ഓളെ വിവാഹം കഴിക്കുന്നതോടുകൂടി എനിക്കെന്ത് സംഭവിക്കും? വേറെ തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. മാതാപിതാക്കൾ കൊണ്ടുവന്നൊരു വിവാഹമാണെങ്കിൽ അതിങ്ങനെ അന്വേഷിക്കുമ്പോൾ അത് ശരിയല്ല, ഓനങ്ങനെ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ സെലക്ട് ചെയ്യാം. എന്നാൽ പ്രണയ വിവാഹം പ്രണയിച്ച് അതിനേ പറ്റുള്ളൂ എന്ന് ചിന്തിച്ച് അതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വേറൊന്ന്, ഓനക്ക് ദീനില്ലെങ്കിലും പ്രശ്നമല്ല, ഓനെന്ത് തോന്നിയവാസിയാണെങ്കിലും പ്രശ്നമല്ല, ഓനക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരുടെ ക്വാളിറ്റി അടിച്ചു നോക്കിയേ. ആ പെൺകുട്ടി പ്രേമിച്ച ആ ചെറുപ്പക്കാരനെ കുറിച്ച് ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസം ഉണ്ടാവില്ല, സമൂഹത്തിൽ ഒരു വിലയും ഉണ്ടാവില്ല, പക്ഷെ ഓക്ക് ഭയങ്കര കാര്യമായിരിക്കും. ഓനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു രോഗമാണ് ശരിക്കത്. അതുകൊണ്ടാണ് ഈ വൃത്തികെട്ട വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അതിനേക്കാളും വലിയ പ്രശ്നമാണ് ഈ അന്യസ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളും. അത് വല്ലാത്തൊരു ലഹരിയാണെന്നാണ്. മദ്യമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഈ അഡിക്ഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അത് ശരിയാവും. പക്ഷേ നേരെ തിരിച്ചെന്തെയും ഇതിനെ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നല്ല കുടുംബമായിരിക്കില്ല, നല്ല ജോലിയും ഉണ്ടാവില്ല, എന്താണ് എന്താണെങ്കിലും സാരമില്ല, ഓൻ എത്ര വലിയ നാട്ടിലെത്ര വലിയ പൊട്ടനാണെങ്കിലും സാരമില്ല, എനിക്ക് ഓനെ മതിയെന്ന് സെലക്ട് ചെയ്യുന്ന ആൾ ചിന്തിക്കും. ടൈനി കല്യാണം കഴിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. അതേപോലെ തന്നെ പിന്നെ അങ്ങ് ആലോചിച്ചൊക്കെ ഒരു വിവാഹ ജീവിതം എന്ന് ജീവിതത്തിൻ്റെ ഒരു ആരംഭം, ഒരു വലിയ തലമുറയുടെ തുടക്കമാണ് വിവാഹം. ആ വിവാഹം തന്നെ ബർക്കത്തില്ലാണ്ട് ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർ ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമാ ബൈനക്കുമാ ഫീ ഖൈർന്നു. ഒരു നിക്കാഹ് ഖുതുബക്ക് പോയിട്ട് അവിടെ വെച്ച് സംസാരിക്കുന്നിടയിൽ പറഞ്ഞു, ഇന്നത്തോടുകൂടി ഈ 2 കുടുംബവും ഒരുമിക്കുകയാണെന്നാണ്. ഈ നിക്കാഹിലൂടെ 2 കുടുംബം ഒരുമിക്കുകയാണ്. ഇവരിലൂടെ ഉണ്ടാകുന്ന മക്കൾക്ക് സ്വാലിഹായ മക്കളാവണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഖുതുബ നടത്തി ഇറങ്ങിയപ്പം പുറത്തുനിന്ന് വെച്ച് പറഞ്ഞു, നിങ്ങളെന്താ പറയുക, ഇന്ന് അവർ ഒരുമിച്ച് 4 വർഷം മുമ്പേ തുടങ്ങിയവർ അവരുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നാട്ടിലെല്ലാവർക്കും ഇടയിൽ ഒന്നൊരു പരസ്യമാക്കാൻ വേണ്ടി നിങ്ങൾ ഖുതുബക്ക് വന്നു എന്ന് മാത്രം. അപ്പോൾ വ്യഭിചരിച്ച് നടന്ന അവർക്ക് വേണ്ടി നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ഉസ്താദുമാർക്ക് പതാപ്പണി. നിക്കാഹിന് വിളിക്കുമ്പോൾ തന്നെ ബേജാറാണ്. നമ്മളൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നതോ ആരുടെ വിവാഹത്തിനാണ്? ഇത്തരം പ്രേമിച്ചും പ്രണയിച്ചും വ്യഭിചരിച്ചും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇനി എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ വ്യഭിചരിച്ച് ജീവിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൂടി ഒന്ന് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ റാഹത്തായി. എത്ര വലിയ മോശമാണ് ഇതൊക്കെ. ഞാനിതൊന്നും ഇത് പറയുന്നറിയോ? ഇത് ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട്ടിലുള്ള ഓരോരുത്തരും അത് കൃത്യമായിട്ട് വീടുകളിൽ ഇത് ഗൗരവമായി ബോധ്യപ്പെടുത്തി
മദ്രസകളിലും ഇത്ര ക്യാമ്പുകളിലുമൊക്കെ ഈ വിഷയം ഗൗരവമായി ബോധ്യപ്പെടുത്തി കൊടുത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ എന്താണെന്നറിയോ, ജാഹിലിയ കാലഘട്ടത്തേക്ക് അതപ്പതിക്കും. അവസാനം പറയും, മാറി നിന്ന് ചെയ്യടോ, മാറി നിന്ന് ചെയ്യ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മൃഗത്തെക്കാൾ അതപ്പതിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അവസ്ഥയിലേക്ക് ഇത് മാറും. നമ്മൾ മിണ്ടാതിരുന്നാൽ അഥവാ പ്രാർത്ഥന കിട്ടൂല, ബർക്കത്ത് ഉണ്ടാവൂല, റബ്ബിൻ്റെ കാരുണ്യം ഉണ്ടാവൂല. ഈ റബ്ബിൻ്റെ കാരുണ്യം ബർക്കത്തൊന്നും ഇല്ലാത്ത ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉള്ളിലാണോ നല്ല സുന്ദരന്മാരായ നല്ല സമൂഹത്തിനുള്ള നല്ല മക്കളുണ്ടാവുക? ആ മക്കൾ അതിനേക്കാളും വലുതായിരിക്കും. മക്കൾ എന്താ പറയുക, നിങ്ങൾക്ക് എന്തു ആക്കാം, നമുക്കിതാക്കിക്കൂടെന്ന് ചോദിക്കുക. അവരതിനേക്കാളും മോശമായിട്ട് ജീവിക്കും. അങ്ങനത്തെ ഒരു 50 കുട്ടികൾ ഈ നാട്ടിലുണ്ടായാൽ തന്നെ നാട് പോയില്ലേ? ബർക്കത്തില്ലാത്ത കാരുണ്യമില്ലാത്തൊരു ജീവിതത്തിലേക്ക് കടക്കേണ്ടി വരും. മാത്രമല്ല ഈ വാശിയൊക്കെയുള്ള ടീമായിട്ട് മാറും. കാരണം ഇത് പോസിറ്റീവ് മാത്രമേ പ്രേമിക്കും ഉണ്ടാവുള്ളൂ. കല്യാണം കഴിക്കുന്നതോടുകൂടി ഓൻ്റെ പോരായ്മയും ഓൻ്റെ സ്വഭാവ വൈകല്യങ്ങളും ഓൻ്റെ നെഗറ്റീവൊക്കെ കാണുന്നതോടുകൂടി ഓക്കും പ്രശ്നമായിരിക്കും, മോനക്കും പ്രശ്നം. രണ്ടാളും അങ്ങോട്ട് വിട്ടുകൊടുക്കൂല. ആർക്കും ഇടപെടാൻ പറ്റുമോ? ആർക്കും ഇടപെടാൻ പറ്റുക? മാതാപിതാക്കൾ നീ സെലക്ട് ചെയ്തല്ലേ, നീ നോക്കിയതല്ലേ, നീ തിരഞ്ഞെടുത്തല്ലേ, നീ അനുഭവിച്ചോളി. ആരെങ്കിലും കയറി ഇടപെടുമോ? ആരും ഇടപെടൂല. അവസാനം കൂടി. അതുകൊണ്ടാണ് ഈ ദാമ്പത്യം ഇത് തകരാനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം. പിന്നെ സംശയം. ഞാനൊരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഓക്ക് ഉറപ്പല്ലേ ഞാനൊരു വേറെ ആൾക്ക്, എന്താ ഉറപ്പ് ഞാൻ വേറെ ആൾക്ക് മെസ്സേജ് കൊടുക്കുന്നില്ല എന്ന്? ആരും കാണാതെ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ കുടുംബത്തെയും വഞ്ചിച്ചിട്ട് എന്നെ വശീകരിച്ചവനാണ് ഈ ഭർത്താവ്, ഇവൻ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഫോണിങ്ങനെ മെസ്സേജ് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എടുത്ത് നോക്കാൻ തുടങ്ങി. സംശയ രോഗങ്ങളൊക്കെ കൂടുതലുണ്ട്.